ദൃശ്യങ്ങൾ എന്താണ് തെളിയിക്കുന്നതെന്ന് ഞങ്ങൾ പറയണോ? ദൃശ്യങ്ങൾ അതിൻ്റെ പരാജയം ജനങ്ങളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത് യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ സംഘടിപ്പിച്ചതാണ്. ശബരിമലയുടെ പവിത്രതയും അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളുടെ പാരമ്പര്യവും അതിനെയെല്ലാം ലംഘിക്കാനും നിഷേധിക്കാനുമാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടി ആ ആചാര മര്യാദകളെയും പാരമ്പര്യത്തെയും എതിർക്കുകയായിരുന്നു. അവരെന്തിൻ്റെ പേരിലാണ് നവോത്ഥാനം സംഘടിപ്പിച്ചത്? അവരെന്തിൻ്റെ പേരിലാണ് യുവതികളെ അങ്ങോട്ട് പോലീസിൻ്റെ അകമ്പടിയോടെ പോലീസ് ജീപ്പിൽ അങ്ങോട്ട് പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചത്? അതിൻ്റെ എല്ലാം പാപക്കറ ഗവൺമെൻറ്റിൻ്റെയും CPMൻ്റെയും കരങ്ങളിലുണ്ട്. അവരുടെ നിലപാടെന്താണെന്ന് സുപ്രീം കോടതി അവരെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ആത്മാർത്ഥമായ ഒരു തിരുത്തലോ ഒരു പശ്ചാത്തലമോ അവർക്കില്ല. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിരുന്നുവെന്ന് യഥാർത്ഥ ശബരിമല അയ്യപ്പ വിശ്വാസ സമൂഹം വ്യക്തമായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സംഗമത്തോട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുള്ള ഇതിനോട് യഥാർത്ഥ വിശ്വാസികൾ ആഭിമുഖ്യം കാണിക്കാതെ അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അതിനിടയിലാണ് സ്വർണം കാണാതായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ നിലപാടുകളിൽ സത്യസന്ധതയില്ല, ആത്മാർത്ഥതയില്ല. അത് ജനപങ്കാളിത്തമില്ലായ്മയിലൂടെ ഒന്നുകൂടി പ്രകടമായിട്ടും മനസ്സിലായിരിക്കാണ്ട് വ്യക്തമായിരിക്കുകയാണ്. ഈ ആള് കുറവാണ് എന്ന രീതിയിൽ വരുന്ന ദൃശ്യങ്ങൾ AI ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്നും അതിന് പിന്നിൽ കോൺഗ്രസ് ആണെന്നാണ് MP ഗോവിന്ദൻ മാഷ് പറയുന്നത്. ഗോവിന്ദൻ മാഷ് മറ്റേ കബഡി നിരത്താൻ പോയല്ലോ, അവിടെ നിന്ന് കണ്ടതായിരിക്കും. പ്രസിഡന്റ്, അതേപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ സർക്കാർ ഈ സഭയിൽ കൊണ്ടുവന്ന ഈ വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ല് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെ കൊണ്ടുവന്നതാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുള്ളതാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റിയിലെ അംഗമാണ്. സജീവ് ജോസഫ് MLAക്ക് അതിൽ പ്രസംഗം ഉണ്ടായിരുന്നു. എനിക്കിനി സബ്ജക്റ്റ് കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഞാൻ കൊടുത്ത വിയോജനത്തിന് എനിക്ക് നിയമസഭയിൽ ആ ബില്ല് വരുമ്പോൾ എനിക്ക് പ്രസംഗം ഉണ്ടാവും. ഞങ്ങളെല്ലാവരും ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്, യാതൊരു ആത്മാർത്ഥതയുമില്ലാത്ത ഒരു പേരിനു വേണ്ടി നടക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാം. നടത്താനല്ല, വ്യക്തമാണ്. എന്താണ് ഇതിൻ്റെ അകത്തൊരു വ്യവസ്ഥ? ഒരു വന്യമൃഗം, ആന, പോത്ത്, കാട്ടുപന്നി ടൗണിൽ വന്നാൽ, കണ്ണൂർ ടൗണിൽ നമ്മൾ കണ്ടതാണല്ലോ, ഇരിട്ടിയിലും ഉളിക്കലിലും ടൗണിൽ കണ്ടതാണല്ലോ. ടൗണിൽ വന്നു കഴിഞ്ഞാൽ ജില്ലാ കളക്ടറോ സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് സംസ്ഥാന ഫോറസ്റ്റ് കൺസർവേറ്ററോ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇവരാരെങ്കിലും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് റിപ്പോർട്ട് കൊടുത്തിട്ട് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ഉത്തരവിടണം. അപ്പം നമ്മുടെ ജനവാസ മേഖലയിൽ പേരാവൂരിൽ അല്ലെങ്കിൽ ആലക്കോട് ഒരു കടുവ വന്നു, മാനന്തവാടിയിൽ ഒരു ആന വന്നു. അവിടുത്തെ വില്ലേജ് ഓഫീസർ തഹസിൽദാരെ അറിയിച്ച്, തഹസിൽദാർ കളക്ടറെ അറിയിച്ച്, കളക്ടർ അത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ അറിയിച്ച് അവർ ഉത്തരവിടുന്നിടം വരെയും ഉത്തരവിട്ട് പിന്നെ അതിനെ വെടിവെക്കാമെന്ന് ഉത്തരവിട്ട് വരുന്നിടം വരെ ഈ മൃഗം അവിടെ നിൽക്കുമോ? ഈ മൃഗത്തിൻ്റെ ഉപദ്രവം തടയാൻ സാധിക്കുമോ? അപ്പോൾ ആത്മാർത്ഥമായിട്ട് ചെയ്യാനാണെങ്കിൽ പ്രാദേശിക ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക്, പഞ്ചായത്തുകൾക്ക് അതിന് ഉത്തരവ് കൊടുക്കാനുള്ള ഒരു നിയമ ഭേദഗതിയാണ് സത്യത്തിൽ കേരളത്തിൽ ആവശ്യം. അതിന് ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. ഞാൻ തന്നെ ഈ നിയമസഭയിൽ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ള 15ാം കേരള നിയമസഭയിൽ ഞാൻ തന്നെ പെരിങ്കരി എന്ന് പറയുന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി അവിടുത്തെ ഒരു പള്ളിയിൽ പോയ ഒരു ഭാര്യയും ഭർത്താവും പള്ളിയിൽ പോയ സന്ദർഭത്തിൽ ആ ചെറുപ്പക്കാരനെ ആന ചവിട്ടി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നിയമസഭയിൽ ഒരു അടിയന്തര പ്രമേയം ഞാൻ കൊണ്ടുവന്നിരുന്നു. മാനന്തവാടിയിൽ അവിടെ ഒരു 50 വയസ്സുകാരനെ വീട്ടുപറമ്പിൽ കടുവ കടിച്ച് കൊലപ്പെടുത്തിയ സംഭവം. ആ കടുവ എവിടെ നിന്നാണ് പോയെന്നറിയോ? ആ കടുവ പോയത് ഉളിക്കലിൽ നിന്നാണ്. ആ കടുവ ഉളിക്കൽ പഞ്ചായത്ത്
പായം പഞ്ചായത്ത്, അയ്യങ്കുന്ന് പഞ്ചായത്ത്, ആറളം പഞ്ചായത്ത് എല്ലാം കടന്ന് 40 ദിവസം ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ പുറകെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. 40 ദിവസം ഞാൻ ആ കടുവയെ പിടികൂടേണ്ട ഒരു ആവശ്യകത സംബന്ധിച്ച് ഫോറസ്റ്റ് മന്ത്രിക്ക് ഞാൻ പെറ്റീഷൻ കൊടുത്ത് മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടു, ഇതിലാവശ്യമായ നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകാൻ ഞാൻ ആവശ്യപ്പെട്ട്, ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹം എഴുതി. ആ കടലാസും കൊണ്ട് ഞാൻ കേരളത്തിൻ്റെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ്റെ ഓഫീസിൽ പോയി 2 മണിക്കൂർ ചർച്ച ചെയ്ത് 2 മണിക്കൂർ ചർച്ച ചെയ്ത് അന്ന് ഗംഗാ സിംഗ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനാണ്, ബെന്നിച്ചൻ തോമസ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററാണ്. അവരുമായിട്ട് ഞാനും കൂടി ഇരുന്ന് 2 മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അവർ ഈ കടുവയെ പിടികൂടാൻ തീരുമാനിച്ചില്ല. ആ കടുവയാണ് ഉളിക്കല്ലിൽ നിന്ന് കണ്ട് 40 ദിവസം കേരളത്തിലെ കണ്ണൂർ ജില്ലയുടെയും മാനന്തവാടിയുടെയും ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച കടുവയാണ് തൊണ്ടർനാട് പോയി സലു എന്ന തോമസിനെ കടിച്ചു കീറി കൊന്നത്. അതിന് ഞാൻ നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു. ആ അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തില്ല ഗവൺമെൻറ്.